ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ താരസംഘടന അമ്മയിൽ ഭിന്നത. സിനിമാ മേഖലയിലെ അതിക്രമം ഒറ്റപ്പെട്ട സംഭവമാണെന്ന ജനറൽ സെക്രട്ടറി ടി സിദ്ദിഖിന്റെ നിലപാട് തള്ളി വൈസ് പ്രസിഡന്റ് ജഗദീഷ് രംഗത്തെത്തി. ഇങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നും ലൈംഗിക ചൂഷണത്തെ സാമാന്യവത്കരിക്കരുത് എന്നുമായിരുന്നു ജഗദീഷിന്റെ മറുപടി. കൊച്ചിയിൽ അമ്മയുടെ വാർത്താ സമ്മേളനം സിദ്ദിഖ് അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തെ വസതിയിൽ ജഗദീഷ് മാധ്യമങ്ങളെ കണ്ടു. റിപ്പോർട്ടിലുള്ള അമ്മയുടെ പ്രതികരണം വൈകിയതിലെ ജനറൽ സെക്രട്ടറിയുടെ ന്യായീകരണത്തെ തള്ളിയാണ് ജഗദീഷ് തുടങ്ങിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകിയതിന് ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. അതിന് കാരണം എന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. സിദ്ദിഖ് നടത്തിയ ഓരോ വാദത്തിനും മറുപടി. സ്ത്രീകൾ അതിക്രമം നേരിടുന്നുവെന്ന റിപ്പോർട്ടിലെ മൊഴികൾ ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് ജഗദീഷ്. നടിമാർക്ക് ഇന്ന രീതിയിൽ പരാതിയുണ്ട്, ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. വാതിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം. ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം. അമ്മയുടെ പക്ഷവും അത് തന്നെ. റിപ്പോർട്ടിന്റെ പേരിൽ സിനിമാ മേഖലയിലെ മുഴുവൻ ആളുകളെയും അടച്ചാക്ഷേപിക്കരുത് എന്നായിരുന്നു സിദ്ദിഖിന്റെ അഭ്യർത്ഥന. എന്നാൽ ആരോപണ വിധേയർ അഗ്നിശുദ്ധി വരുത്തട്ടെയെന്ന് ജഗദീഷ് തുറന്നടിച്ചു. കോൺക്ലേവിനെ കുറിച്ച് കൂടുതൽ അറിയില്ലെന്ന് പറഞ്ഞ് സിദ്ദിഖ് ഒഴിഞ്ഞുമാറിയപ്പോൾ ഇരകളെയും വേട്ടക്കാരെയും ഒപ്പം ഇരുത്തരുത് എന്നും WCCയുടെ ആവശ്യം പരിഗണിക്കുമെന്നും ജഗദീഷ്. കോൺക്ലേവിന്റെ കാര്യത്തിൽ, ഘടനയുടെ കാര്യത്തിൽ ഈ WCC പറയുന്ന പോലെ ഏതെങ്കിലും വ്യക്തികളോട് ആ വ്യക്തികൾ ആരോപണ വിധേയരാണെന്ന് WCCക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി നിർത്തട്ടെ. എന്താണ് കോൺക്ലേവിന്റെ ഉദ്ദേശമെന്നോ, എന്താണ് കോൺക്ലേവിന്റെ സ്ട്രക്ചർ എന്നോ, ആരാണ് ഇപ്പൊ സർക്കാരാണ് കോൺക്ലേവ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് അറിയാം. അത് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. വിയോജിപ്പുകളാണ് തുറന്നു പ്രകടിപ്പിച്ചതെങ്കിലും ജനറൽ സെക്രട്ടറിയുമായി ഭിന്നതയില്ലെന്ന് പറഞ്ഞാണ് ജഗദീഷ് അവസാനിപ്പിച്ചത്. പിന്നാലെ സിദ്ദിഖ് വീണ്ടും മാധ്യമങ്ങളോട് താൻ പറഞ്ഞതിനെതിരായി ജഗദീഷ് ഒന്നും പറഞ്ഞിട്ടുണ്ടാകില്ലെന്ന് മറുപടി. 24 കൊച്ചി, തിരുവനന്തപുരം.